happy to inaugurate the state level International Olympic Day celebration organized by the Kerala Olympic Association on the occasion of the 76th anniversary of the Olympic movement. As we all know, we have been celebrating International Olympic Day on June 23rd since 1948 to promote people's participation in sports regardless of age, gender, or athletic capabilities. This day commemorates the birth of the modern Olympics and urges everyone to become more active by responding to the call to move, learn, and discover new sporting activities. The International Olympic Day celebrates the role of sports in solving global issues as well as the values of friendship, respect, and above all, excellence. This year's theme for Olympic Day is stay active, stay strong, stay healthy, encourages people to get active in their everyday life, defeating the threat of COVID-19. I am informed that steps are on in different parts of the world to celebrate Olympic Day in many ways, including by organizing digital workouts. In tune with such efforts, Kerala Olympic Association also aims to reach out to all Keralites through various sports activities and online and digital sport-related programs. I am glad that the media and social media are extending full support to this venture. Let this be the torch of hope for a healthier tomorrow and for Kerala securing Olympic medals. I compliment the Directorate of Sports, Government of Kerala, the office bearers of Kerala Olympic Association, Kerala Sports Council, Trivandrum District Olympic Association, Lakshmibai National College of Physical Education, other institutions, and Shri Gopinath's team for organizing this program. Loka Samasta Sukhino Bhavantu. Nanni Jai Hind. ഇന്ന് ലോകമെമ്പാടും ഒളിമ്പിക് ദിനമായിട്ട് കായിക ലോകം ഓർമ്മിക്കുകയാണ്. 1894 ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത് മുതൽ ഈ രൂപീകരണം നടന്ന ദിനം ലോക ഒളിമ്പിക് ദിനമായിട്ട് സംഘടിപ്പിച്ചു വരികയാണ്. എന്നാൽ രൂപീകരണത്തിന് മുൻപും രൂപീകരണത്തിന് ശേഷവുമുള്ള അനുഭവമെടുത്താൽ ഈ 2020 ഒളിമ്പിക് ദിനാചരണം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏറ്റവും അധികം പരിമിതപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഒരു മഹാമാരി ലോകത്തെ പിടികൂടിയിരിക്കുകയാണ്. എല്ലാം ഇപ്പോൾ ലോക്ക്ഡൗണിലാണ്. കായിക ലോകവും ഈ ലോക്ക്ഡൗണിലാണ്. അതുകൊണ്ട് ആ സാഹചര്യം മാറ്റിത്തീർക്കാൻ കായിക ലോകത്തിന് ഒരു പുതിയ സംഭാവന ചെയ്യാൻ സാധിക്കും. അത് ഈ കോവിഡ്-19 പ്രതിരോധിക്കാൻ ശാരീരികമായ കരുത്തുണ്ടാക്കുക, ഫിസിക്കൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള കായിക പരിശീലനങ്ങൾ ഓരോ വീടുകളിലുമായിട്ട് പ്രേരിപ്പിക്കുക,
കുട്ടികളെ യോഗ, ചെറുപ്പക്കാരെയും സ്ത്രീകളെയുമൊക്കെ യോഗയിലേക്ക്, പ്രായമുള്ളവർ അവർക്കും യോഗ ഇന്ന് അനായാസേന ചെയ്യാൻ സാധിക്കും. യോഗയിലൂടെയും അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസിലൂടെയും ഓരോരുത്തരും അവരുടെ ശാരീരികമായ കരുത്ത് വർദ്ധിപ്പിക്കുക. രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു രംഗം അതാണ്. ഇന്ന് ഈ ഒളിമ്പിക് ഡേ ദിനത്തിൽ നമുക്ക് വിപുലമായിട്ടുള്ള മറ്റ് പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ എല്ലാ കായിക പ്രതിഭകളും അവരുടെ അസോസിയേഷനുകളുമെല്ലാം വീടുകളിൽ ഓരോരുത്തരായിട്ട് കായിക പരിശീലനം അഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കണം. ഈ രംഗത്ത് നിന്ന് അകന്നു പോകാതിരിക്കാൻ അതിനൊരു പ്രോത്സാഹനം കൊടുക്കാൻ ഈ ഒളിമ്പിക് ഡേ ദിനം നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദരണീയനായിട്ടുള്ള ഗവർണർ തന്നെ ഈ പരിപാടി, നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗവർണർ, അദ്ദേഹം തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളത് കായിക ലോകം ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘാടകർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സമയം അനുവദിച്ച് കിട്ടിയതിൽ സ്പോർട്സ് വകുപ്പ് അങ്ങേയറ്റം സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇതിന് സമയം തന്ന ബഹുമാനനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ഗവർണർജിയോട് ഞങ്ങൾക്കുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.